ദ ബാറ്റ്സ് ഓഫ് ബോളിവുഡ്. ആക്ച്വലി പേരതല്ല, ദ BA**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 *െന്താ സംഭവം എന്നുള്ളതൊക്കെ ഏറ്റവും അവസാനം അവർ വൃത്തിയായിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. അത് ഞാനായിട്ട് പറയുന്നില്ല. ബോളിവുഡ് സൂപ്പർ സ്റ്റാർ ഷാറൂഖ് ഖാൻ്റെ മകനായിട്ടുള്ള ആര്യൻ ഖാൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഒരു സീരീസാണ് ബാറ്റ്സ് ഓഫ് ബോളിവുഡ്. ഇതൊരു നെപ്പോട്ടിസം കൊണ്ട് ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് ഉണ്ടല്ലോ, ഒരു ഇനീഷ്യൽ പുഷ് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു കുറച്ച് ആദ്യത്തെ വർക്കിൽ തന്നെ ഒരു ലോഞ്ചിങ് കിട്ടാനായിട്ട് കിട്ടുന്ന സപ്പോർട്ടും എവിടെയും ചെന്ന് കയറാവുന്ന ഒരു ഓപ്പണിങ്ങും അതിൻ്റെ എക്സ്ട്രീം യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എന്ന് പറയാവുന്ന ഒന്നാണ് ബാറ്റ്സ് ഓഫ് ബോളിവുഡ്. സീരീസിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് ലക്ഷ്യ ലൽവാനും പിന്നെ ബോബി ഡിയോളും ആണ്. സ്റ്റോറി ബോളിവുഡിൻ്റെ കഥ തന്നെയാണ്. ബോളിവുഡിലേക്ക് ഒരു ന്യൂ കമ്മർ ഹീറോ വരുന്നതും അവിടെയുള്ള ഓൾറെഡിയുള്ള നെപ്പോട്ടിസവും പിന്നെ അവിടെ ഈ സെറ്റുകളുടെ ഇടയിൽ ഉണ്ടാകുന്ന ചില അഗ്രിമെൻ്റ് ഇഷ്യൂസ്, സിനിമകളുടെ കുറേ പൊളിറ്റിക്സ് കാര്യങ്ങൾ, ഇതൊക്കെ ഭയങ്കര ഫണ്ണി ആയിട്ട് എൻ്റർടൈനിങ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് മേക്കിങ്ങിൽ എടുത്തു വെച്ചിട്ടുള്ള ഒരു സിനിമയാണ് ബാറ്റ്സ് ഓഫ് ബോളിവുഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു ടോട്ടൽ സെറ്റപ്പ് എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര സിനിമാറ്റിക് ആണ്, ഒരു സെമി സ്പൂഫ് മൂഡാണ്. തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു കിഡിലൻ മൊമെൻറ്റ് കാണിച്ചു തരുന്നുണ്ട്. അതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈലിൽ തന്നെ നമ്മൾ ഇമ്പ്രസ് ആവും. ആര്യൻ ഖാന് പണി അറിയാം എന്ന് മനസ്സിലാക്കാവുന്ന കുറച്ച് സീനുകൾ തുടക്കത്തിൽ തന്നെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് ഒട്ടും ബോധടി ഇല്ലാതെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ സീരീസിൻ്റെ ഒരു വാല്യൂ. അതായത് ഇത് വലിയ കഥാപരമായിട്ട് വലിയ സംഭവമാണെന്നോ ആസ്തറ്റിക്കലായിട്ട് എന്താ തേങ്ങേണ്ടെന്നോ ഒന്നുമല്ല, ചുമ്മാ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. അതും ഭയങ്കര ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഓം ശാന്തി ഓം സിനിമയിൽ സെക്കൻഡ് ഹാഫിൽ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഷാറൂഖ് ഖാൻ്റെ ക്യാരക്ടർ വരുമ്പോൾ അയാളുടെ ആ കുറച്ച് ടൈം അയാൾ സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന സമയം, അയാളുടെ കുറേ ഫ്രണ്ട്സായിട്ട് വരുന്ന ബോളിവുഡ് സൂപ്പർ സ്റ്റാർസ്, ഒരു അവാർഡ് ഷോ, പിന്നെ ഒരു വലിയ സോങ് ഉണ്ടല്ലോ ഹിന്ദിയിലെ സൂപ്പർ ആർട്ടിസ്റ്റുകൾ വരിയായിട്ട് വന്നു പോകുന്ന ഒരു സോങ് ഒക്കെ ഇല്ലേ, ആ ഒരു കുറച്ച് നേരം ഒരു ഫുൾ സീരീസിൽ കാണുന്ന ഫീലായിരുന്നു എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്. ഇത്രയും ഫേസസ് ഒക്കെ ഒരുമിച്ച് വന്നിട്ടുള്ളൊരു പ്രോഡക്റ്റ് ബോളിവുഡിൽ ഒരിക്കലും ഉണ്ടായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ട്രെയിലർ കണ്ടവർക്ക് തന്നെ അറിയാറില്ല ആരൊക്കെ ഉണ്ടെന്ന്. ഖാൻമാരായാലും കപൂർമാരായാലും സിംഗുമാരായാലും അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ ആളുകളും ഇതിലുണ്ട്. കുറച്ച് സർപ്രൈസ് ആയിട്ടുള്ള കാസ്റ്റും ഉണ്ട്. എല്ലാവരും നമ്മൾ ഈ സ്ക്രീനിലെ ആൾക്കാർ വരുമ്പോൾ അവരെയൊക്കെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടിട്ട് ഭയങ്കര ഒരു അടിപൊളി ഫീല് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർസ് മുതൽ ഏറ്റവും നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള പഴയ ഹീറോസ് വരെയുള്ള എല്ലാവരെയും ഗംഭീരമായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ട് ഒരു പോസിറ്റീവാണ്. ഈ ഒരു ഓവറോൾ കഥ പറച്ചിലിൻ്റെ ഒരു സ്പൂഫ് മൂഡിൽ ഇവരൊക്കെ വന്ന് സെൽഫ് ട്രോൾ ചെയ്യുന്നത് ഭയങ്കര രസമാണ്. ഇതിൻ്റെ മേക്കിംഗ് സ്റ്റൈല് ഭയങ്കര റിച്ച് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് എപ്പിസോഡിനോട് അടുത്ത് ഒരു ചേസ് സീക്വൻസ് വന്നപ്പോഴാണ് കുറച്ചൊരു VFX പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ അതും ഈ ഒരു മൂഡിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മൊത്തത്തിൽ ഓവറോൾ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇത്തിരി ഡിസപ്പോയിൻമെൻറ്റ് വന്നത് ക്ലൈമാക്സിനോട് അടുപ്പിച്ചിട്ടാണ്. ലാസ്റ്റ് എപ്പിസോഡിൻ്റെ ഒരു പകുതി കഴിഞ്ഞ് കുറച്ച് ഇവൻറ്റ്സ് ഭയങ്കര ക്ലീഷയാണോ അതോ അത് കുറച്ച് ഒരു സുഖമില്ലാത്ത പരിപാടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതൊന്നുകൂടെ വർക്ക് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതൊരു ഭയങ്കര ഗംഭീര സീരീസ് ആയിട്ടൊക്കെ വന്നേനെ. അത് എൻ്റർടൈൻമെൻറ്റ് ആസ്പെക്റ്റിൽ മാത്രം. ബാക്കിയുള്ള കാര്യമൊക്കെ വിടുക, പക്ക എൻ്റർടൈൻമെൻറ്റ് ആസ്പെക്റ്റിൽ പക്കയായിട്ട് നമുക്കൊരു വൈബിൽ ഇങ്ങനെ കണ്ടിരിക്കാവുന്ന ഒരു സീരീസാണ് ബാറ്റ്സ് ഓഫ് ബോളിവുഡ്. ഈ കിൽ സീരീസ് കണ്ടവർക്കെല്ലാം ലക്ഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഹീറോനെ അറിയുമായിരിക്കും. പുള്ളിയുടെ പേരറിയില്ലെങ്കിലും കില്ലിലത്തെ നായകൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ ആളുടെ പെർഫോമൻസ് ആയാലും ബോബി ഡിയോളുടെ പെർഫോമൻസ് ആയാലും ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ, ബാക്കിയുള്ള മെയിൽ സൈഡ് ആർട്ടിസ്റ്റുകൾ ക്യാമിയോ ആയിട്ട് വന്നു പോകുന്നവർ, ഇത് പറയുമ്പോൾ ഈ ക്യാമിയോയുടെ ഒരു ഫാഷൻ ഷോ ഉണ്ട് ഈ സീരീസിൽ. ഒരു റിച്ച് ബോളിവുഡ് സെറ്റപ്പ് പരിപാടി കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.